നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ? ഓരോ സമൂഹത്തിനും അതിൻ്റേതായൊരു കഥയുണ്ട്. പക്ഷെ എല്ലാ കഥകളും ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഇടം പിടിക്കണമെന്നില്ല. പലതും തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറി നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങളുടെ വേരുകൾ, നിങ്ങളുടെ പൂർവികർ പോയ വഴികൾ, അവരുടെ ജീവിതം, ഇതെല്ലാം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, വെറും കേട്ടറിവുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന് വെച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ഈയൊരു വലിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമെന്നോണമാണ് കേരളത്തിൽ നിന്ന് ഈ ഒരു പുതിയ പുസ്തകം വരുന്നത്. വെള്ളാളകുലം, പഴമയും പെരുമയും. ഇതുവരെ വാമൊഴികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന, ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ചരിത്രം ആദ്യമായി അക്ഷരങ്ങളിലേക്ക് പകർത്തിയിരിക്കുകയാണ് ഈ പുസ്തകം. അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടന്നാലോ? ഈ പുസ്തകം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ശക്തമായ വാചകത്തോടെയാണ്. ഇത് ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചരിത്രമെന്ന് പറയുന്നത് വെറും കുറേ വർഷങ്ങളോ സംഭവങ്ങളോ അല്ല, അത് ഒരു ജനതയുടെ ആത്മാവിന്റെ തന്നെ ഭാഗമാണെന്ന്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ സമൂഹത്തെക്കുറിച്ച് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. വെള്ളാള സമൂഹം കേരളത്തിന്റെ കാർഷികവും സാംസ്കാരികവുമായ ചരിത്രത്തിൽ വളരെ ആഴത്തിൽ വേരുകളുള്ള ഒരു ജനവിഭാഗമാണിവർ. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഈ പുസ്തകം എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ ആയിരക്കണക്കിന് വർഷം നീണ്ട യാത്രയെ വരച്ചുകാട്ടുന്നത് എന്ന് നോക്കാം. അവരുടെ പുരാതനമായ ആചാരങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും മാത്രമല്ല, മണ്ണിൽ അവർ ചെയ്ത കഠിനാധ്വാനത്തെക്കുറിച്ച്, അവരുടെ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച്, കാലം മാറിയതനുസരിച്ച് അവരുടെ വിശ്വാസങ്ങളിലും സമൂഹത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ഈ പുസ്തകം വിശദമായി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ അധ്യായവും അവരുടെ ചരിത്രത്തിലെ ഓരോ ഏടുകളാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുതെ കുറേ സംഭവങ്ങളെ ലിസ്റ്റ് ചെയ്യുകയല്ല, മറിച്ച് ചരിത്രവും ഒരു സമൂഹവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഒരു ആഴത്തിലുള്ള അന്വേഷണമാണ്. അതായത് ഒരു സമൂഹം ചരിത്രത്തെ ഉണ്ടാക്കുന്നതും ആ ചരിത്രം തിരിച്ച് ആ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതുമായ ഒരു വലിയ ചിത്രം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എഴുതിവെച്ച രേഖകൾ അധികമില്ലാത്തൊരു ചരിത്രം എങ്ങനെയാണിങ്ങനെ പുനർനിർമ്മിക്കുക? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണല്ലേ. പലയിടത്തായി ചിതറിക്കിടക്കുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ, തെളിവുകൾ, അതെല്ലാം ഒരുമിച്ച് ചേർത്തുവെച്ചാണ് ഗ്രന്ഥകർത്താവ് ഈ വലിയ ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ചരിത്രത്തിന് ജീവൻ വെച്ചത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? പഴയ താളിയോല ഗ്രന്ഥങ്ങൾ, പുരാവസ്തു ഗവേഷണത്തിൽ നിന്ന് കിട്ടിയ മൺപാത്രങ്ങളുടെ കഷ്ണങ്ങൾ, പിന്നെ തലമുറകൾ കൈമാറി വന്ന നാടൻ പാട്ടുകളും കഥകളും, അതിനെല്ലാം ഉപരി ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളുടെ ഓർമ്മകളും അനുഭവങ്ങളും, ഇതെല്ലാം ചേർന്നപ്പോഴാണ് ഈ ചരിത്രം വീണ്ടും പുനർജനിച്ചത്. പക്ഷേ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം ഈ ചരിത്രരചനയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിനുമപ്പുറം ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു ഡേറ്റ റിപ്പോർട്ടല്ല, വെറുതെ കുറേ വിവരങ്ങൾ തരുന്നതിനപ്പുറം ഇതിന് വളരെ വലിയൊരു ലക്ഷ്യമുണ്ട്. ഒന്നാമതായി, ഇതൊരു പാലമാണ്. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഇന്നത്തെ തലമുറയ്ക്ക് അവരുടെ വേരുകൾ എവിടെയാണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുന്നു. രണ്ടാമതായി, ഇതൊരു സമൂഹത്തിന്റെ കൂട്ടായ ഓർമ്മകളിലേക്കുള്ള ഒരു താക്കോലാണ്. ഒരുപക്ഷെ കാലക്രമേണ മറന്നുപോകുമായിരുന്ന പല കാര്യങ്ങളെയും ഇത് വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി, ഇത് പൂർവികരുടെ ജീവിതത്തിനും അവരുടെ സംഭാവനകൾക്കുമുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു വലിയ ആദരവാണ്, ഒരു സ്നേഹോപഹാരം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇത്രയേറെ പ്രധാനപ്പെട്ടതാവുന്നത്? കാരണം നമ്മളെ സാധാരണ പഠിക്കുന്ന ചരിത്രമില്ലേ, അതിൽ പലപ്പോഴും വലിയ രാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും കഥകളാവും കൂടുതൽ. ആ വലിയ ഒഴുക്കിൽ ഇതുപോലുള്ള ചെറിയ സമൂഹങ്ങളുടെ കഥകൾ പലപ്പോഴും മുങ്ങിപ്പോകാറുണ്ട്. ആ നഷ്ടപ്പെട്ടു പോകുന്ന ശബ്ദങ്ങളെ, കഥകളെ സംരക്ഷിക്കുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. ശരി, അപ്പോൾ വെള്ളാള സമൂഹത്തിന്റെ ഈയൊരു കഥ നമ്മൾ ഓരോരുത്തർക്കും എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കഥയുടെ കാതലിതാണ്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചതിൻ്റെ കഥ, പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടതിൻ്റെ കഥ, എല്ലാത്തിലും ഉപരി സ്വന്തം സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനം കൊണ്ട് ഒരു ജനതയുടെ കഥ. അതുകൊണ്ട് തന്നെ ഇതൊരു സമൂഹത്തിന്റെ മാത്രം കഥയായി ഒതുങ്ങുന്നില്ല. സ്വന്തം വേരുകളെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഈ പുസ്തകത്തിലെ ഓരോ അക്ഷരങ്ങളും അതുതന്നെയാണ് നമ്മളോട് പറയുന്നത്. ചരിത്രം എന്ന് പറയുന്നത് മ്യൂസിയത്തിലോ പുസ്തകത്താളുകളിലോ മാത്രമല്ലായിരിക്കുന്നത്, അത് നമ്മളിലാണ്, നമ്മുടെ സിരകളിൽ, നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ജീവനോടെയുണ്ട്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം മാത്രം: നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ, സമൂഹത്തിൽ ഇങ്ങനെ ആരും കേൾക്കാതെ പറയാനായി മാത്രം കാത്തിരിക്കുന്ന എത്ര കഥകളുണ്ടാകും?
നന്ദി.